മനുഷ്യപ്പറ്റില്ലാത്ത പ്രകൃതമാണ് ഇന്ദുവിന്റെ ആന്റിയുടേത്. സംഗതി ഒരു വലിയ ഡോക്ടറായിരിക്കും, ഹോസ്പിറ്റലിന്റെ ഓണറും ആയിരിക്കും. ഞാൻ ആരും ആവട്ടെ, മുറിയിൽ കാണാൻ ചെല്ലുമ്പോൾ പെരുമാറുന്നതിൽ ഒരു മിനിമം മര്യാദയും ഡീസൻസിയും വേണ്ടേ? രാജു, അത് ആന്റി വേറെ കാരണങ്ങൾ കൊണ്ട് അപ്സെറ്റ് ആയിരുന്ന സമയമായതുകൊണ്ടാവും. ഏയ്, അതൊന്നുമല്ല. അവരെ പരിചയപ്പെട്ട അന്ന് തൊട്ടേയുള്ള അനുഭവമാണ്. ഒരു വാക്ക്, ഒരു നല്ല വാക്ക് ഈ നിമിഷം വരെ അവരുടെ വായിൽ നിന്ന് വന്നിട്ടില്ല. പുറമേ കാണുന്ന പോലെ അല്ല രാജു ആന്റി, ഉള്ളില് അവര് വളരെ സോഫ്റ്റ് ആണ്. എനിക്കറിയാവുന്നല്ലേ. പിന്നെ ഇനി ഉള്ളിൽ ചികഞ്ഞു നോക്കാൻ പോകല്ലേ ബാക്കിയുള്ളവര്? രാജുവിന് അറിഞ്ഞൂടാ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ട്രാജഡീസ് എത്രയാണെന്ന്. ഓ, അങ്ങനെ നോക്കുമ്പോ ആരുടെ ലൈഫിലാ ട്രാജഡി ഇല്ലാത്തത്? ഹിന്ദുവിന്റെ ലൈഫിലല്ലേ ട്രാജഡി? ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ചു പോയത് എന്താ ട്രാജഡി അല്ലേ? എന്റെ ലൈഫിലല്ലേ ട്രാജഡി? അല്ലല്ല, എന്താ പറഞ്ഞേ? രാജുവിന്റെ ലൈഫിലും ട്രാജഡീസ് ഒന്നോ? അല്ല, ഞാൻ പറഞ്ഞത് നിന്റെ ആന്റിയുടെ അടുത്തുള്ള എന്റെ എക്സ്പീരിയൻസ് അത് തന്നെ വലിയൊരു ട്രാജഡി അല്ലേ? എങ്ങോട്ട് പോടാ? എങ്ങോട്ട് വാ നീ? ഇതിനകത്തോട്ട് കയറി. നിങ്ങൾ കാണുന്നില്ല, എന്നെ പിടിച്ചോണ്ട് വന്നിട്ടില്ലേ? ഇത് കണ്ടില്ലേ? എന്നെ ചോദിക്കാൻ പറയാൻ ആരുമില്ല. എല്ലാം ചോദിപ്പിക്കാം. ഹലോ, ഓടിവായോ? കണ്ടോ? അയ്യോ, നടക്കണ അങ്ങോട്ട്. താൻ കഴിഞ്ഞ തവണ വന്നപ്പോ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്? അത് പിന്നെ സാർ, അതായത് എന്താ ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ പറ, ഓർമ്മിപ്പിക്കാം. വേണ്ട, ഓർമ്മയുണ്ട്. ഒരു മാസത്തിനെ അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങൾ ഉറപ്പിക്കാമെന്ന്. ഉറപ്പിക്കാമെന്നല്ല, നടത്താമെന്ന്. ഇന്നലെയായിരുന്നു ഒരു മാസം തികയുന്ന ദിവസം. ആ, ഇത്ര പെട്ടെന്നോ? ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ല അല്ലേ? ഇന്നലെ വൈകിട്ട് 5 മണിക്ക് മുമ്പേ താൻ എന്റെ അടുക്കൽ വന്ന് വിവരം റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇങ്ങോട്ടോക്ക്. ഈ കേശവ പിള്ളേക്കാളും ബുദ്ധി തനിക്കുണ്ടെന്നുള്ള വിചാരമുണ്ടെങ്കിലേ അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. വഴുതി മാറാനാണ് പ്ലാൻ ആണെങ്കിൽ അത് നടപ്പില്ല. എന്റെ അടുക്ക വേഷങ്ങൾ എടുത്താലുണ്ടല്ലോ മീറ്റ് മൈ വൈഫ് സതി. സതി, ഇതെല്ലാം എന്റെ റൂംമേറ്റ്സ് ആണ്. ഇത് മിസ്റ്റർ സ്റ്റീഫൻ, ഇത് ലോനപ്പേട്ടൻ. സതി, ഉള്ളിൽ കയറി ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നതാണ് എന്റെ മുറി. എന്ത് പാടാ ഇത്? സിമ്പിൾ. ഇടിയൻ കേശവോട് തന്ന 1 മാസത്തെ കാലാവധി ഇന്നലെ കൊണ്ട് അവസാനിച്ചു. എന്നുവെച്ചാ മെയിൻ റോഡിൽ നിന്ന് പോലീസുകാർ തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ചാരി നിർത്തി ഇടിയുന്ന ഒരൊറ്റ ചോദ്യം, ഒക്കോ ഇല്ലയോ എന്ന്. എന്റെ പൊന്നളിയ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചു. നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് വിട്ടു. ശുഭമുഹൂർത്തം കല്യാണം, മംഗളം. ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാണ്. ഒരു കുപ്പിക്ക് വകയുണ്ടായിരുന്ന കേസാണ്. ഇവിടെ എടുത്ത പ്രാണവേദന, അതിനുള്ള കുപ്പി. അജി, എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു, പുറപ്പെടാം. വൈകൽ അച്ഛൻ വഴക്ക് പറയും. ഉത്തരവ്. ഭാര്യ വീട്ടിലെ കഷ്ടം. പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് വരാൻ 1/2 മണിക്കൂർ പരോളിന് വിട്ടതാ. മുങ്ങിക്കളയാതിരിക്കാൻ അകമ്പടി. അജി വരുന്നു. സ്റ്റീഫ, പോയിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. സോനപ്പേട്ട, കാണാം. ഗോഡ് ബ്ലെസ് യു. ഇത്തവണ മുൻകൂട്ടി പറഞ്ഞ അനുവാദം വാങ്ങിയില്ലെന്നുള്ള പരാതി വേണ്ട. നാളെ രാവിലെ ഞാൻ ബോംബെക്ക് പോകുന്നു. എന്റെ അമ്മാവും വരുന്നു. ഓക്കെ? പിന്നെയോ? ഈ അമ്മാവിന് വേറെ തൊഴിലൊന്നുമില്ലേ? ബിസിനസ് ടൂറല്ലേ എപ്പോഴും. ഇത്തവണ ഞാനൊരു 5 ദിവസം കഴിഞ്ഞേ മടങ്ങും. മറുപെണ്ണുങ്ങൾ 3 കൂടെ ഉണ്ടാവും. അയ്യോ ഇല്ല, അമ്മാവൻ ഒറ്റയ്ക്ക. മൂപ്പിൽസിന്റെ കൂടെ ഒരു നോർത്ത് ഇന്ത്യൻ ടൂർ. ഋഷികേശ്, ഹരിദ്വാർ, ബദ്രിനാഥ്, കേദാർനാഥ്, പ്രേംനാഥ്, ഒരു ഭക്തി ലൈൻ. ആട്ടെ, പോയി വരുമ്പോ ഇന്ദുവിന് എന്താ കൊണ്ടുവരേണ്ടത്? ഒന്നും വേണ്ട. 6-ാം ദിവസം രാവിലെ ആളിവിടെ ഉണ്ടാവണം. ഏറ്റു. ഇല്ലെങ്കിലുണ്ടല്ലോ, പിന്നിങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. ഓ, എത്തിക്കോളാ. ഡോക്ടർ, രാജുവിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. എനിക്കറിയാം, ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓ, രാജു ഈ ഓർഫനേജിലെ എന്താ പറയുക, ഒരു ജം പ്രോഡക്റ്റ് ആണ്. അതെയോ? ഇവിടം വിട്ടിട്ട് ഇപ്പോഴും
ഈ ഓർഫനേജുമായി ബന്ധം പുലർത്തുന്നുണ്ട് രാജു. രാജു ഒന്ന് ഹോസ്പിറ്റലിൽ വന്നപ്പോ ഞാനൊരു വല്ലാത്ത മൂഡിലായിപ്പോയി. സോറി ഫോർ ദറ്റ്. ഓ സാരമില്ല ഡോക്ടർ. രാജു മനോഹരമായി പിയാനോ വായിച്ചു. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഫാദർ ഔസേപ്പച്ചനെ പരിചയപ്പെട്ടില്ല? ഇല്ല. പ്ലീസ്. പേരൻസ് ഫിലാഡൽഫിയയില്, അമ്മാവനും 3 മുറപ്പെണ്ണുങ്ങൾ സിംഗപ്പൂരില്, ബോംബെ ട്രിപ്പ്, ഹരിദ്വാർ, ഋഷികേശ്, ബദ്രിനാഥ്. ഇന്ദു. Shut up. You cheat. You liar. ഇന്ദു, ഇന്ദു. ഹലോ, ഡോക്ടർ രാജലക്ഷ്മി ഹിയർ. ഹലോ, ഹലോ. ഹലോ. ഇന്ദു, ഇത് ഞാനാ രാജു. എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ് ഇന്ദു. I don't want to talk to you. ഇന്ദു, ഇന്ദു. അത് ശരി. അപ്പോ ഇവിടെ വരെയായി കാര്യങ്ങൾ. ആട്ടെ, ഇത് എത്രാമത്തെ പെഗ്ഗാണ്? എണ്ണ ഓർക്കുന്നില്ല. ഗുഡ്, വെരി ഗുഡ്. ആ, ഒരു ഉപദേശിയുടെ റോള് എനിക്ക് തീരെ ഇണങ്ങുന്നതല്ല. എന്നാലും പറയാൻ, രാജു, കള്ളു കുടിച്ചതുകൊണ്ട് മനസ്സിന്റെ വിഷമം തീരാനാണെങ്കിൽ ഇതാ നോക്ക്, എന്റെ മനസ്സിൽ ഒരിത്തിരി വിഷമം പോലും കാണാൻ പാടില്ല. അതിന് മാത്രം ഞാൻ കുടിക്കുന്നുണ്ട്. ബാലമാവൻ അറിഞ്ഞൂടാ. ഞാൻ വെറും നിർദോഷമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ദുവിന് ഇന്നെ കാണുന്നതിന് വെറുപ്പാണ്, അറിയോ? ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഒരു തെറ്റുമില്ല. പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ ഒരിക്കലെങ്കിലും ആത്മഹത്യ ചെയ്യാത്ത ആരും ഇവിടെ ജീവിച്ചിരിപ്പില്ല. എന്നെ തന്നെ കണ്ടൂടെ, കമ്മിറ്റിംഗ് സൂയിസൈഡ് എവരി ഡേ. ഐ എം ലോസ്റ്റ് ബാലമാവ, ടോട്ടലി ലോസ്റ്റ്. ചുമ്മാ വിഡിത്തം പറയാതെ പരിഹാരമില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ?